ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഒരു സ്റ്റാർ പെർഫോമറാണ് നഷ്വ. NMMSലെ ടോപ്പർ, NSMCയിലെ ടോപ്പർ, എക്സ്പെക്റ്റിലെ ടോപ്പർ. സോ നഷ്വയെ നമുക്ക് എല്ലാവർക്കും അറിയാലേ, എന്നാലും നഷ്വ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഹലോ എവ്രി വൺ, എൻ്റെ പേര് നഷ്വ മണിമുണ്ടയിൽ. ഞാൻ വരുന്നത് കൊടിയത്തൂരിൽ നിന്നാണ്. ഇപ്പോൾ കറണ്ടായിട്ട് പഠിക്കുന്നത് MES രാജ റെസിഡൻഷ്യൽ സ്കൂൾ കള്ളന്തോടിലാണ്. ഓക്കെ, നഷ്വ എങ്ങനെയാണ് ഇപ്പോൾ NSMCയിൽ നമ്മൾ ടോപ്പറാണ് അല്ലേ? ടോപ്പ് 1 ആണ് നഷ്വയുടെ റാങ്ക്. അതുപോലെ എക്സ്പെക്റ്റ് എക്സാമിലും ടോപ്പ് 1 ആണ് റാങ്ക്. NMMSലും ടോപ്പ് 1 ആണ്. എങ്ങനെയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ടോപ്പ് ആവാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഹാർഡ് വർക്ക് തന്നെയാണ്. പിന്നെ പഠന രീതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് അറിയാതായിട്ട് വരികയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും ChatGPT യൂസ് ചെയ്തിട്ടും അങ്ങനെ കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് ഒരു റിസർച്ച് പോലെ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും പറയും, നമ്മൾ പഠിക്കുമ്പോൾ നല്ല ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ പിന്നെ അടുത്ത എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ തോന്നാറുണ്ടോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ? അങ്ങനെ ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ NMMS ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്ന സമയത്തൊക്കെ ഇനി അടുത്തത് ഏത് ക്വസ്റ്റ്യനാണ് അവർ ചോദിക്കാൻ പറ്റുക, അങ്ങനെയുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതുമ്പോൾ നമുക്ക് ഓരോ എക്സാമിനും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഒരു ധാരണ കിട്ടും. അതുതന്നെയാണ് ഇവിടെ നമ്മുടെ നഷ്വയും പറഞ്ഞിട്ടുള്ളത്. നഷ്വ, നമ്മുടെ എക്സാം വൈയിലെ മെൻറ്റേഴ്സ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? നഷ്വയുടെ മെൻറ്റർ ആരാ? എൻ്റെ മെൻറ്റർ ഷംന മാം ആണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഗൈഡ് ചെയ്യുന്ന ഒരു ലൈറ്റ് പോലെയാണ് മാം. കാരണം ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും മിസ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ പഠനത്തിൻ്റെ ഇടയിലൊക്കെ ഡൗൺ ആവുകയാണെങ്കിൽ മിസ് എപ്പോഴും കൂടെ വരും. എനിക്കിപ്പോൾ ഇംഗ്ലീഷിൽ സ്കൂൾ കമ്പയർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ ലേശം മാർക്ക് കുറവാണ്. അപ്പോൾ മിസ് പറയും, ഓക്കെ മിസ് ഏതൊരു നമ്മളെ പ്രശ്നം പറഞ്ഞാലും മിസ് എപ്പോഴും മിസ്സിൻ്റെ കയ്യിൽ സൊല്യൂഷൻസ് ഉണ്ടാവും. അതാണ് എനിക്ക് മിസ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മുടെ മെൻറ്റർ നഷ്വയെക്കുറിച്ച് പറയാനുള്ളത്, നഷ്വ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നഷ്വയുടെ കയ്യിൽ ഭയങ്കര പവർഫുള്ളും കൂടിയാണ് നഷ്വ. കാരണം അക്കാഡമിക്കലി അത്രയും നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നഷ്വ എഴുതുന്ന എല്ലാ എക്സാമുകൾക്കും നഷ്വയ്ക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. നഷ്വ നല്ല ആംബീഷ്യസ് ആയിട്ടുള്ള കുട്ടിയാണല്ലോ. അപ്പം നഷ്വയ്ക്ക് ആരാവാനാണ് ആഗ്രഹം? എനിക്കൊരു ആസ്ട്രോഫിസിസ്റ്റ് ആവാനാണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്. IISTയിൽ നിന്ന്, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരത്തുള്ള അവിടെ നിന്ന് ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആവാനാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ കൃത്യമായി ഡ്രീമൊക്കെ ഉള്ള കുട്ടിയാണ് നഷ്വ. അപ്പം നഷ്വ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കാം. ഓൾ ദി ബെസ്റ്റ് നഷ്വ. താങ്ക് യു.